ബഡീസ് ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞങ്ങൾ കുറേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് ആ ട്രിപ്പ് അങ്ങ് മുടങ്ങും. നമ്മൾ പറഞ്ഞ ഡേറ്റിന് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവും. ചിലർക്ക് അന്ന് ഫണ്ട് എടുക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ ട്രിപ്പ് മുടങ്ങും, ട്രിപ്പിന്റെ പ്ലാൻ ശാന്തമാവും. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ഒത്തു വന്നപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് നേരെ പാലക്കാട്ടേക്ക് വന്നു. കാണുന്നതാണ് ശിശോബിന്റെ വീട്. ആ മുകളിൽ കാണുന്ന റൂമാണ് ഗസ്റ്റ് റൂം. അവിടെയായിരുന്നു ഇന്നലെ എൻ്റെ താമസം. അങ്ങനെ രാവിലെ 5 മണിക്ക് എണീറ്റ് റെഡിയായി 6 മണിക്ക് തന്നെ ഇറങ്ങിട്ടോ. ആദ്യം തന്നെ പോയത് മഹേഷിനെ പിക്ക് ചെയ്യാൻ. ഇനി ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു. ആളെ കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള ആളായി. മഹേഷ്, ശിശോബ്, ജയകൃഷ്ണൻ, പിന്നെ ഞാൻ. ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ട്രിപ്പ്. ഏതാ ലൊക്കേഷൻ എന്നുള്ളത് ഇതുവരെയായിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല. ചോദിക്കുമ്പോൾ അത് സർപ്രൈസ് ആണെന്നാ പറയുന്നത്. ചെറിയ മൂടലും മഞ്ഞും ഉണ്ടായിരുന്നു, നല്ല തണുപ്പും. അങ്ങനെ കാറ്റും തണുപ്പും കൊണ്ട് യാത്ര തുടർന്നു. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു നോക്കി സിനിമാ പാട്ടിട്ട് വൈബാക്കാൻ. പക്ഷേ ഇവർ ഭക്തിപാട്ടും വെച്ച് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ കാര്യം പിടികിട്ടി. ഇവർ ഏതോ അമ്പലത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. പിഞ്ഞാമ്പാറ പൊള്ളാച്ചി റൂട്ടാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ ബഡീസ് പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മൾ പോകുന്നത് പഴനിയിലേക്കാട്ടോ. കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഇല്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ചിപ്സ് വാങ്ങിച്ചു. രാവിലെ തലയിൽ എണ്ണ തേക്കാൻ മറന്നുകൊണ്ട് ഒരു നവരത്ന ഓയിലും വാങ്ങിച്ചു 10-ന്റെ. എന്നിട്ട് ഇതാ വണ്ടിയിലിരുന്ന് ഇങ്ങനെ എണ്ണ തേച്ചിട്ടോ. വെറുതെ പറയുകയല്ല, ഈ കൊഴിഞ്ഞാമ്പാറ പോകുന്ന റൂട്ട് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. നേച്ചർ കൊണ്ടായാലും ഉൾപ്രദേശം കൊണ്ടായാലും അടിപൊളി വൈബ്. എല്ലാ ട്രിപ്പുകളിലും ഇതുപോലൊരു സംഭവം ഉണ്ടാവാറില്ലേ? അതെന്താന്ന് വെച്ചാൽ വണ്ടിയിലുള്ളവരെല്ലാം സ്നാക്സ് കഴിക്കും, പക്ഷേ ഡ്രൈവറോട് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല സ്നാക്സ് വേണമെന്നുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ. ഇന്നത്തെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറിന് വേണ്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം തിന്നത്. അങ്ങനെ കൊഴിഞ്ഞാമ്പാറ എത്തി. അവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് നേരെ പോവാണേ. പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ളത്, കൊഴിഞ്ഞാമ്പാറ കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള റോഡ് വല്ലാത്തൊരു റോഡ് തന്നെ കേട്ടോ. കൊഴിഞ്ഞാമ്പാറ നിന്നും നേരെ പൊള്ളാച്ചി. ഈ റൂട്ടിലെ 2 സൈഡുകളിലുള്ള കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു. കൃഷികൾ കൊണ്ട് പച്ചപ്പ് നിറഞ്ഞതും ചെറിയ ചെറിയ ഓടിട്ട വീടുകളും ഓലമേഞ്ഞ വീടുകളും റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാണാൻ സാധിക്കും. പഴയ കാലത്തിന്റെ ഒരു ഫീല് തരുന്ന നല്ലൊരു റൂട്ടാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശിശോബ് ഫുള്ള് ഡ്രൈവിംഗ് മോഡ്, ജയകൃഷ്ണനും മഹേഷും ഭക്തി മോഡ്, ഞാനോ പാട്ട് മോഡ്. പിന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഫുഡ് കഴിച്ചില്ല. പോകുന്ന വഴി പൊള്ളാച്ചി കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ വലത്തെ ഭാഗത്തായി കാണുന്നത് എന്താ അറിയോ? പൊള്ളാച്ചി നഗരസഭ കേട്ടോ. അങ്ങനെ പൊള്ളാച്ചിയും കഴിഞ്ഞ് നേരെ ഹൈവേയിലേക്ക് കയറി. ഈ റൂട്ടിൽ പോകുമ്പോൾ എനിക്ക് ഒന്നേ എടുത്ത് പറയാനുള്ളൂ, റോഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വേറെ ലെവൽ റോഡ്. മെയിൻ ആയിട്ട് ട്രാഫിക് ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ റൂട്ടിൽ ഇത്രയും എൻജോയ് ചെയ്ത് യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ എൻട്രി ആവുന്നത് വിൻഡ് ഫാമിന്റെ ഇടയിലൂടെയാണ് കേട്ടോ. ഇരുവശങ്ങളിലുമായിട്ട് വിശാലമായ കാറ്റാടി പാടം. നല്ല രസകരമായിട്ടുള്ള കാഴ്ച എന്ന് തന്നെ പറയാം. പിന്നെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഈ പഴനിമല മുരുകന്റെ ടെമ്പിൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവിടേക്ക് മൊബൈൽ അലോഡ് അല്ല ഇപ്പോൾ. മുമ്പൊക്കെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. മൊബൈൽ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്തും ചെയ്യായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള വിവരം അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അവിടുത്തെ നല്ല നല്ല സ്പോട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ 8:45-9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾക്ക് ആർക്കും വിശപ്പ് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. വേണമെങ്കിൽ ഞങ്ങൾക്ക് പഴനി പോയിട്ട് കഴിക്കായിരുന്നു. അവിടെ ഒടുക്കത്തെ റേറ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. 2015 ആ സമയത്ത് തന്നെ അവിടെ എണ്ണക്കടിക്ക് 20 രൂപയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു വട്ടം പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. എനിക്ക് 4 ഇഡ്ഡലിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബാക്കി 3 പേരും മസാല ദോശ ഓർഡർ ചെയ്തു. തമിഴ്നാട് ഭാഗത്ത് ചിലയിടങ്ങളിലൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ആയിരിക്കും ഫുഡിന്. അവിടുത്തെ ടേസ്റ്റ് ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ഞങ്ങൾ കഴിച്ച ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും പറയാനുള്ള ബഡീസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടോ അവിടുത്തെ ഫുഡ്. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, ബില്ല് കണ്ട് കണ്ണും നിറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ പാലക്കാട് അശോക് ഭവനിൽ പോലും മസാല ദോശയ്ക്ക് 100-ൽ താഴെയുള്ളൂ. പക്ഷേ ഇവിടെ 120 രൂപയാണ് ഒരു മസാല ദോശയ്ക്ക്. അങ്ങനെ ഞങ്ങൾ പഴനി എത്തിയിട്ടോ ബഡീസ്. മുരുകന്റെ ടെമ്പിൾ നമുക്ക് ദൂരെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വേറൊരു പ്രശ്നമില്ല, അവിടെ പോയി പാർക്കിങ്ങിനായിട്ട് ഒന്ന് വട്ടം കറങ്ങി. എനിക്ക് ഒരേ ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്പലത്തിന്റെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ മൊബൈൽ അലൗഡ് അല്ല എന്നാ പറഞ്ഞു. മനസ്സാകെ തളർന്നു ബഡി. ഇവിടെ വന്നപ്പോൾ കുതിര വണ്ടിയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനും മൊബൈൽ ലോക്കറും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെരുപ്പ് പോവും അല്ലെങ്കിൽ മൊബൈൽ പോകുമെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ മൊബൈൽ ലോക്കറിൽ വെക്കാൻ പോവാണേ. ചെരുപ്പ് ലോക്കറിൽ വെച്ചു, ഇനി മൊബൈൽ വെക്കാനായിട്ട് പോവാണ്. ഇതാണ് മൊബൈൽ ലോക്കർ. ആകെ 5 രൂപയുള്ളൂ ഒരു ഫോണിന്. ബാക്കി തിരിച്ചു വന്ന് കാണാം ബഡീസ്. അങ്ങനെ മല കയറി മുരുകനെയും കണ്ട് പ്രസാദം വാങ്ങിച്ച് തിരിച്ചെത്തിയിട്ടോ ബഡീസ്. പ്രസാദം 200 ഗ്രാമിന് 20 രൂപയും 400 ഗ്രാമിന് 40 രൂപയുമാണ്. നടന്ന് വലഞ്ഞ ക്ഷീണത്തിൽ 4 നാരങ്ങ സോഡയും കുടിച്ചു. അതും കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി നല്ല വൈബുള്ള ഒരു ഹോട്ടലും കണ്ടു. ഇതിന്റെ റേറ്റ് എത്രയായാലും കുഴപ്പമില്ല, ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്ന് ആക്കാമെന്ന് തീരുമാനിച്ചു. പൊളി വൈബായിരുന്നു അവിടം. ഫുഡ് ഓർഡർ ചെയ്യുന്ന ആള് മഹേഷാണ് കേട്ടോ. കാര്യമായിട്ട് മെനു കാർഡ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഓർഡർ ചെയ്തതോ ഊൺ മാത്രം. വെജ് മീൽസ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ശരി, വെജ് മീൽസ് വേണ്ട, നോൺ വെജ് മീൽസ് മതി പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു. ഫാമിലി ആയിട്ട് ഒരു 4 പേരൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. നല്ല പ്രൈവസി തരുന്ന ഒരു ഹോട്ടൽ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ചോറും എത്തി, മൺകലങ്ങളിൽ കുറെ കറികളും എത്തി. കേരളത്തിലെ പോലെ കൂട്ടുകറികളൊന്നുമില്ല കേട്ടോ. പൊന്നി റൈസ് വേറെ ലെവൽ. നോൺ വെജ് മീൽസ് പറയുമ്പോൾ 2 തരം കറികൾ. നാടൻ കോഴിയുടെ 2 ടൈപ്പ് കറികൾ ഉണ്ടായിരുന്നു. ഒന്നിച്ചിരി കട്ടി കൂടിയതും ഗ്രേവി ടൈപ്പുമാണ് കേട്ടോ. രണ്ടാമത്
രണ്ടാമത് ഒരു സൂപ്പ് പോലത്തെ ഒരു കറിയും. എല്ലാവർക്കും ഇവിടുത്തെ ലഞ്ച് നന്നായി ഇഷ്ടപ്പെട്ടു. വീണ്ടും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. എന്താന്ന് വെച്ചാൽ 4 മീൽസിന് മാത്രം 560 രൂപ. പക്ഷേ ടേസ്റ്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. ഊണിനൊപ്പം വേറൊരു രസവും കൂടെ കിട്ടിയിട്ടോ. അത് ശിശോബിന് വല്ലാതെ നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഊണിന്റെ ബില്ലും കൊടുത്ത് നേരെ പാലക്കാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ബഡീസ്, മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.